السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾവിയും കാഴ്ചയും സാധാരണയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്തത് തീർച്ചയായും ഞാൻ കാണും. വ അസ്മഉ മാ ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യനായാൽ മലക്കിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, മലക്കിനെ കാണാൻ കഴിയില്ല. മലക്കിൻ്റെ രൂപത്തിൽ വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മലക്കാണല്ലോ റബ്ബിൻ്റെ സന്ദേശം കൈമാറുന്നത്. അപ്പം സന്ദേശം കൈമാറുന്ന ആ മലക്കിനെ കാണാനും കേൾക്കാനും കഴിയുന്നവനായിരിക്കണമല്ലോ ആ റസൂല്. അത് സാധാരണ ആളുകൾക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന സമയത്ത് വഹി ഇറങ്ങാറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ട്, വഹി കേൾപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി അത് കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി വിവരിച്ചിട്ടുണ്ട്, അത് ഭയങ്കര സൗണ്ടിലാണ് വരവ് എന്നൊക്കെ. പക്ഷേ ആരെന്ത് സൗണ്ട് കേൾക്കണം? അതുപോലെ തന്നെ മലക്കിനെ അവർ കാണുന്നില്ല. വന്നു പോയതിൻ്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നിരുന്നു എന്ന് പറയും. എന്നിട്ട് വന്ന കാര്യങ്ങൾ എന്താണ് സന്ദേശം, അത് സഹാബത്തിന് കൈമാറും. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാകുന്നത് റസൂലുള്ളാഹിൻ്റെ ആ മുഖത്തിന് വല്ല ഭാവമാറ്റം വരുമ്പോൾ സമയത്താണ് വഹി ഇറങ്ങുന്നുണ്ട് എന്ന് സഹാബത്തിന് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ നബിൻ്റെ അടുത്തിരിക്കുന്ന സഹാബത്തിന് പോലും ജിബ്രീൽ അലൈഹിസ്സലാം മലക്കിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അവരുടെ ആ മലക്കിനെ തന്നെ കാണാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹിന്റെ വീട്ടിലായിരിക്കുമ്പോൾ വഴി ഇറങ്ങുകയാണെങ്കിൽ ഭാര്യമാർക്ക് അറിയാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. അപ്പോൾ സാധാരണ കേൾവിയല്ല, സാധാരണ കാഴ്ചയുമല്ല. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ ബന്ധനസ്ഥനായി പിടിച്ച് തൂക്കിലേറ്റാൻ പോവുകയാണ്. ആ സമയത്ത് മക്കയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു സലാം പറയണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിരുന്ന് അത് കേൾക്കുകയാണ്. അത് കേട്ടിട്ട് ആ സലാം അടക്കുകയാണ്. വഅലൈക്കസ്സലാം യാ ഖുബൈബ്, ഖുബൈബേ നിനക്ക് അള്ളാഹിൻ്റെ സലാം ഉണ്ടാവട്ടെ. ഇത് ടെലിഫോണിലൂടെ അല്ല ഈ സംസാരിക്കുന്നത്. അവിടുന്ന് സംസാരിക്കുന്നു. ആ സംസാരം, ആ സലാം റസൂലുള്ള കേൾക്കുന്നു, അതിന് സലാം മടക്കുന്നു എന്ന് മാത്രമല്ല, ശത്രുക്കൾ ഹുബൈബിനെ തൂക്കിലേറ്റുന്ന സംഭവം കാണുന്നു. എന്നിട്ട് സഹാബത്തിന് അത് വിവരിച്ചു കൊടുക്കുന്നു. ഖതലത്തുഹു ഖുറൈശ് അവരെ കൊന്നുകളഞ്ഞു, ഹുബൈബിനെ വധിച്ചിരിക്കുന്നു എന്ന് സഹാബത്തിനോട് വിവരിച്ചു കൊടുക്കുന്നു.
ഇതൊരു സാധാരണ മനുഷ്യന് കഴിയുന്നതാണോ? അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പാകത്തേക്ക് എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ബേക്കിലോട്ടും കാണാൻ കഴിയും. ബേക്കിലോട്ട് തിരിഞ്ഞിട്ടല്ല, മുന്നിലേക്ക് കാണുന്നത് പോലെ ബേക്കിലോട്ടും അതേ ദിശയിൽ തന്നെ കാണാൻ കഴിയും. ആ സംഭവം വിവരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെയും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നിസ്കരിച്ചു. ഫലമ്മാ സല്ലം, സലാം വീട്ടിയപ്പോൾ നാദാ റജുലൻ കാന ഫി ആഖിരി സുഫൂഫ്, ലാസ്റ്റ് സഫിൽപ്പെട്ട ഒരാളെ നബി വിളിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. ഫഖാല യാ ഫുലാൻ അലാ തത്തഖില്ലാഹ്, ഇന്നാലിന്നവനെ നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ? അലാ തൻദുർ കൈഫ തുസല്ലി, നീ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് നീ ചിന്തിക്കുന്നില്ലേ? ഇന്ന അഹദക്കും ഇദാ ഖാമ യുസല്ലി ഇന്നമാ യഖൂമു യുനാജി റബ്ബഹ്, ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അവൻ അവൻ്റെ റബ്ബിനോട് സംഭാഷണം നടത്താനാണ് നിന്നിട്ടുള്ളത്. ഫൽയൻദുർ കൈഫ യുനാജി, ഫൽയൻദുർ കൈഫ യുനാജി, അതുകൊണ്ട് അവൻ നോക്കട്ടെ, കൈഫ യുനാജി, അവൻ്റെ റബ്ബിനോട് എങ്ങനെയാണ് സംഭാഷണം നടത്തുന്നത് അവൻ ചിന്തിക്കട്ടെ. ഇന്നക്കും തറൗന അന്നീ ലാ അറാക്കും, നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്നാണ്. വല്ലാഹി ല അറാ മിൻ ഖൽഫി ളഹ്രി, അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ എൻ്റെ മുതുവിൻ്റെ ബാക്കിലൂടെ കാണുന്നുണ്ട്. കമാ അറാ മിൻ ബൈനി യദയ്യ, എൻ്റെ മുമ്പാകത്തേക്ക് കാണുന്നത് പോലെ. വേറെ റിവായത്തിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹൽ തറൗന ഖിബ്ലതി ഹാഹുന, നിങ്ങൾ എൻ്റെ ഈ ഖിബ്ല കാണുന്നില്ല? ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ റുകൂഉക്കും, നിങ്ങളെ റുകൂഅ നിങ്ങളെ സുജൂദോ എൻ്റെ മേൽ ഗോപ്യമല്ല, എനിക്കതൊക്കെ അറിയുന്നുണ്ട്. ഇന്നീല അറാ മിൻ വറാഇ ളഹ്രി, തീർച്ചയായും ഞാൻ എൻ്റെ മുതുവിൻ്റെ ബാക്കിലൂടെ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളുടെ സുജൂദും നിങ്ങളുടെ റുകൂഉം ഒക്കെ ഞാൻ വീക്ഷിക്കുന്നുണ്ട്. വേറെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വേറെ റിവായത്തിൽ കാണാം, അയ്യുഹന്നാസു ഇന്നി ഇമാമുക്കും, ഓ ജനങ്ങളെ ഞാൻ നിങ്ങളെ ഇമാമാണ്. ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദ്, റുകൂഅ് കൊണ്ടോ സുജൂദ് കൊണ്ടോ എന്നെ നിങ്ങൾ മുൻകടക്കരുത്. ഞാൻ ഇമാമാണ്. ഇമാമാകുമ്പോൾ എന്നെ നിങ്ങൾ പിന്തുടരുകയാണ് വേണ്ടത്, തുടരെയായിട്ടാണ് വരേണ്ടത്, അല്ലാതെ എൻ്റെ മുൻകടക്കരുത്. ഫൈന്നി അറാക്കും മിൻ അമാമി വമിൻ ഖൽഫി, തീർച്ചയായും ഞാൻ എൻ്റെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നിങ്ങളെ കാണുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, അതിമ്മു റുകൂഅ വസ്സുജൂദ്, നിങ്ങൾ റുകൂഉം സുജൂദൊക്കെ പൂർത്തിയാക്കി ചെയ്യണം കേട്ടോ. ഫവല്ലാഹി ഇന്നി ല അറാക്കും മിൻ ബഅദി ളഹ്രി, എൻ്റെ മുതുവിൻ്റെ ഭാഗത്തിലൂടെ നിങ്ങളെ തീർച്ചയായും ഞാൻ കാണുന്നുണ്ട്, അള്ളാഹനെ തന്നെ. ഇദാ റകഅതും വഇദാ സജദ്തും, നിങ്ങൾ റുകൂഅ് ചെയ്താലും നിങ്ങൾ സുജൂദ് ചെയ്താലും ഒക്കെ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. നമ്മൾക്ക് മുന്നിലുള്ള ആളുകളെ കാണാൻ കഴിയും, ഒരേ നൃത്തം നിന്ന നിസ്കാരത്തിൽ ബാക്കിലുള്ളവരെ കാണാൻ കഴിയില്ലല്ലോ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയല്ല, മുന്നിലേക്ക് കാണുന്നത് പോലെ ബാക്കിലേക്കും കാണാൻ കഴിയും. പിന്നെ മറ്റൊരു വിഷയം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതെന്താണ്? ഇമാം റുകൂഇലേക്ക് പോയാൽ ഇമാമിൻ്റെ മുമ്പ് നിങ്ങൾ റുകൂഇലേക്ക് പോകരുത്. ഇമാം അവിടെ എത്തിയിട്ടാണ് മഅ്മൂമ്
ഇവിടുന്ന് പോകേണ്ടത്. ഇമാമ് സുജൂദിൽ എത്തിയിട്ടാണ് ഇമാമിൻ്റെ കൂടെ മൗമൂമ് സുജൂദിലേക്ക് പോകേണ്ടത്. അല്ലാതെ ഒപ്പാകാനും പറ്റൂല, അതുപോലെ തന്നെ മുങ്കടക്കാനും പറ്റൂല. മുങ്കടക്കാനും പാടില്ല. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇമാമിനാക്കപ്പെട്ടിട്ടുള്ളത് അവനോട് തുടരപ്പെടാൻ വേണ്ടിയിട്ടാണ്. തുടരണമെങ്കിൽ ഒപ്പായിട്ടോ അല്ലെങ്കിൽ മുങ്കടക്കലല്ല വേണ്ടത്, അതിൻ്റെ ബാക്കിലൂടെ അങ്ങനെ പോകണം, ഇമാമിൻ്റെ ബാക്കിലൂടെ. അങ്ങനെയാണ് ഇമാമും ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട് ഈ ഹദീസിൽ, നമ്മളെ മനസ്സും മറ്റു വഴിക്ക് നീങ്ങരുത്. റബ്ബിനോടുള്ള സംഭാഷണമാണ് നിസ്കാരത്തിലൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ആ സംഭാഷണത്തിന് നമ്മുടെ മനസാന്നിധ്യം ഉണ്ടായിരിക്കണം, ഖുശൂ ഉണ്ടാവണം എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങൾ, നമ്മളെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ? നിസ്കാരത്തിലേക്ക് കടന്നാൽ മറ്റൊരു ചിന്ത, ഏതെങ്കിലുമൊക്കെ വഴിക്ക് ചിന്ത പോയി നമ്മൾ എന്താണ് ഓതിയത്, ഏത് സൂറത്താണ് ഓതിയത്, രണ്ടാമത്തെ റക്അത്തിൽ വരുമ്പോൾ ഏത് സൂറത്തെ ആദ്യത്തെ റക്അത്തിൽ ഓതി എന്നുപോലും നമ്മൾ മറന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല. ആ നിലക്കുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ നിസ്കാരം. അതിനൊക്കെ മാറ്റം വരേണ്ടതുണ്ട്. നമ്മുടെ വിഷയം അതല്ലെങ്കിലും ഈ ഹദീസിൽ ആ വിഷയം വന്നതുകൊണ്ട് ഞാനൊന്ന് ഉണർത്തി എന്ന് മാത്രം. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ സുജൂദും റുക്കൂഉമൊക്കെ വളരെ റെഡിയായി തന്നെ ചെയ്യണം. അടങ്ങി താമസിക്കണം. സുജൂദിൽ 7 അവയവങ്ങൾ വെക്കണം. സുജൂദിൽ 7 അവയവങ്ങൾ നിർബന്ധമായും വെക്കണം. 2 കാലിൻ്റെ വിരലിൻ്റെ പള്ള, കാലിൻ്റെ മുട്ടുകൾ, അതുപോലെ തന്നെ നെറ്റി, മൂക്ക്, ഇത്തരം കാര്യങ്ങളൊക്കെ, 2 കൈയിൻ്റെ പള്ള, ഇതെല്ലാം ചെയ്യണം. അമർത്തി വെച്ച് അടങ്ങി ഒതുക്കത്തോടെ സുജൂദ് ചെയ്യണം. ഇങ്ങനെ പല നിബന്ധനകളുണ്ട്. അപ്പോൾ അതൊക്കെ നിസ്കാരത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി അയച്ചതാണല്ലോ. യുസക്കീഹിം, വെറും വേദങ്ങൾ ഓതിക്കൊടുക്കുക എന്ന് മാത്രമല്ലല്ലോ, യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ ആ റസൂലുള്ളാഹിക്ക് ഈ എല്ലാ നിലക്കുള്ള അവരെ പ്രജകളെ സംബന്ധിച്ച്, അവരെ സഹാബത്തിനെ സംബന്ധിച്ചുള്ള എല്ലാം അറിയുന്നൊരവസ്ഥ വേണമല്ലോ, അപ്പോഴെല്ലാം സംസ്കരിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് അവരുടെ ഖൽബിൻ്റെ അകത്തുള്ള കാര്യം കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം. അവരുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ അറിയാം. നിനക്ക് അവരെ തിരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സഹാബത്തിനെ അള്ളാഹുവിൻ്റെ റസൂൽ സംസ്കരിച്ചെടുത്തിട്ടുള്ളത്. റഹ്മാനായ റബ്ബേ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. റബ്ബേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ പറഞ്ഞതിനും കേട്ടതിനും സാലിഹായ അമലായി കബൂലാക്കണേ അല്ലാഹ്. എൻ്റെ ഹബീബിൻ്റെ മഹത്വം എപ്പോഴും പറയാനുള്ള ഒരു നാവ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അത് കേൾക്കാനുള്ള കേൾവിയും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തോടെ ദീർഘായുസ്സ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് കലിമയിൽ മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ജോലിയിലൊക്കെ അവരെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാൻ റബ്ബേ, ഉള്ള ജോലിയിലും മറ്റും ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.